ഹലോ മാഡം, മാറ്റർ എനിക്ക് തന്നെ മനസ്സിലായി. നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു കള്ളി തന്നെ. നീ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണല്ലേ? ഒന്ന് പോയേ, അത് അങ്ങനെയൊന്നും അല്ല അമ്മു. എന്തുണ്ട് എന്തില്ല എന്നൊക്കെ ഞാൻ കണ്ടതാ മോളെ. എന്താ നീ കണ്ടെന്ന് പറഞ്ഞേ? എന്താ കണ്ടതെന്നോ? അവൻ നിന്നെ ആ കാറിലെ കണ്ണാടിയിലൂടെ ഒളിഞ്ഞു നോക്കിയത് ഞാൻ കണ്ടു. നീ പോയപ്പോഴും വന്നപ്പോഴും ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിന്റെ പുറകെ നടന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് നിന്നെ കുറിച്ച് സംസാരിച്ചതും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓൾ ഡീറ്റെയിൽസ് ഐ നോ മോളെ. എന്തായാലും അമ്മയ്ക്ക് ചെറുക്കനെ നോക്കാനുള്ള ജോലി നീ കുറച്ചു കൊടുത്തല്ലോ. പയ്യൻ ഫിക്സ്. ഇനി പൂവിട്ട് പരിണയം മാത്രം നടത്തിയാൽ മതി. നീ ഒന്നും മിണ്ടാതിരുന്നേ. വെറുതെ ഇങ്ങനെ ഓരോന്നിരുന്ന് പറഞ്ഞോളൂ. അവരുടെ സ്റ്റേറ്റസ് എന്താ, നമ്മുടെ അവസ്ഥ എന്താ? അവന്റെ സ്വഭാവത്തിന് അവൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നു. കല്യാണം കഴിയുന്നത് വരെ ടൈം പാസിന് ഇങ്ങനെ പുറകെ നടക്കും. കല്യാണം കഴിയുമ്പോ ആരോ എന്തോന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവും. അതൊക്കെ നമുക്ക് മനസ്സിൽ വെച്ച് നടക്കാൻ പറ്റുമോ? ഓ, ഇതിന്റെ പുറകെ ഇത്രയും ഫിലോസഫി ഉള്ള കാര്യം എനിക്ക് അറിയേയില്ലായിരുന്നു. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കെ. ഞങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ചേച്ചി ഇതൊന്ന് നോക്ക്. അല്ല, എന്താ ഇത്? ഹാളിൽ നിന്ന് കിട്ടിയതാ ചേച്ചി. അത് ആരുടെങ്കിലും അറിയാതെ താഴെ വീണതായിരിക്കും. അത് ആരുടെയെന്ന് ചോദിച്ചിട്ട് കൊടുക്ക്. തന്നെ ഈ കാശിമാല ഞാൻ എവിടെയോ കണ്ടതാണല്ലോ. എവിടെയായിരുന്നു? ഇതൊന്ന് നോക്കിയേ. ഇതിലെ ഓരോ കാശും ഓരോരോ ഗ്രാമുണ്ട്. ഓ, ഈ കാശിമാല മുത്തശ്ശിയുടേതാ. ഏത് മുത്തശ്ശിയുടെ? ആദ്യയുടെ മുത്തശ്ശി. ഓ ആണല്ലേ. ആ മുത്തശ്ശി ഈ മാലയുടെ കാര്യം നേരത്തെ പറഞ്ഞതാ. വല്യമ്മയോട് പോയി കാര്യം പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് വരാം. ചേച്ചി മനസ്സിലെ സോങ് പാടിക്കൂ. തുടക്കം മാംഗല്യം. കല്യാണം കഴിയുന്നത് വരെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് ഇട്ടേക്കാം. കണ്ടിന്യൂ. ചേച്ചി അത് ഏത് സോങ്ങാ? ചേച്ചി എന്താന്ന് പറയേ. അവക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ മിണ്ടായിരുന്നേ. വെയിറ്റുള്ള സാധനം കൊണ്ടുവരുന്ന കാണുന്നില്ലേ? ഒന്ന് വഴിമാറി തന്നാ എന്താ? ഓ, ചെറിയൊരു ബോക്സ് എടുത്തിട്ട് വന്ന് വലിയ ഭാരം എടുക്കുന്ന പോലെ ബിൽഡപ്പ് ഒന്നും വേണ്ട. വഴിമാറ്. ഞാനെന്തോ മനഃപൂർവ്വം ചെയ്തതുപോലെയുള്ള അഹങ്കാരം അയാൾക്ക്. എന്തൊരു സാധനം. ഈ പെണ്ണുങ്ങളുടെ അത്ര അഹങ്കാരം വേറെ ആർക്കും കാണില്ല. വെരി ബുൾഷിറ്റ്. വല്യമ്മേ. എന്താ അമ്മു, നീ എന്താ ഒറ്റയ്ക്ക് നടക്കുന്നേ? അവരൊക്കെ എവിടെയാ? അവരെല്ലാരും മുകളിലെ റൂമിലുണ്ട് വല്യമ്മേ. എവിടുന്ന ഈ മാല? ഇത് തരാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആദ്യയുടെ മുത്തശ്ശിയുടെ കാശിമാല ഇത്. ഇങ്ങതാ നോക്കട്ടെ. ചേച്ചി, ഇതൊരു 8 പവനെങ്കിലും കാണില്ലേ? കാണുമായിരിക്കും പ്രമി. എന്നാലും എങ്ങനെയെങ്കിലും ഇത് അവരുടെ കയ്യിൽ എത്തിക്കണമല്ലോ പ്രമി. ഏതെങ്കിലും ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തുവിടാം. ചേച്ചി, സ്വർണ്ണമൊക്കെ എന്തിനാ ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്? നമ്മുടെ അമ്മ തന്നെ കൊണ്ട് കൊടുത്തോളൂ. കൊടുത്തിട്ട് വരുമോ മോളെ? കൊടുത്തിട്ട് വരാം വല്യമ്മേ. ഇതാ സൂക്ഷിച്ചു കൊണ്ടുപോ മോളെ. എന്താ സുഹാസിനി ഇത്? മാർക്കറ്റിൽ പച്ചക്കറി അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണല്ലോ സ്വർണം നിരത്തി വെച്ചിരിക്കുന്നത്. അമ്മേ, ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഇനി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. സ്വർണ്ണമല്ല ഇതുപോലെ തുറന്നു വെക്കുകയാണോ ചെയ്യേണ്ടത്? നിനക്കിതെന്താ കുട്ടിക്കളിയാണോ? ഓ, ഇതാണോ കാര്യം? കുറച്ചു നേരം മുമ്പ് പത്മ ഇവിടെ വന്നിരുന്നു. അവരെ കാണിക്കാൻ ഇത് എടുത്തു വെച്ചത്. ഓരോരോ ബോക്സ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കാന്ന് വിചാരിച്ചാ ഇങ്ങനെ വെച്ചത്. പ്രദർശനം എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇതെല്ലാം ബോക്സിലാക്കി അലമാരിക്കകത്ത് വെച്ചു. അമ്മേ, അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? കല്യാണ ദിവസം എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇനി അങ്ങനെ പറ. അല്ലെങ്കിൽ ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരി. ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ആരെങ്കിലും വന്ന് 1-2 ആഭരണങ്ങൾ അറിയാതെ എടുത്തോണ്ട് പോകുമ്പോഴേ ഇവിടെയുള്ളവർക്കെല്ലാം ബുദ്ധി വരും. ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ആൾക്കാരെ. ആരെന്ത് ചെയ്യുന്ന അമ്മ പറയുന്നു? ഇതൊക്കെ ചെയ്യുന്നവരാരും നെറ്റിയിൽ എഴുതി ഒട്ടിക്കാറില്ല ഞങ്ങൾ ഇതൊക്കെ എടുക്കാൻ വരുവാന്ന്. സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ നമ്മൾ ആരെയും വിശ്വസിക്കരുത്. ഈ കാര്യത്തിലൊക്കെ ആരാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിച്ച നമുക്ക് കൊള്ളാം. പിന്നീട് ഞാനിതൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത്.
സുഹാസിനി, പുറത്ത് കുറച്ചുപേര് വന്ന് നിൽക്കുന്നുണ്ട്. നിന്നെ അർജന്റായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. വേഗം വാ. ഓ അതെയോ, ദാ വരുന്നു. ഇതെന്താ പെട്ടത് പവർ ഓഫ് ആയത്? ചെക്ക് ചെയ്യാം. അയ്യോ, ഈ സമയത്ത് എന്നെ കറണ്ട് പോയോ? എന്റെ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്യാന്ന് വെച്ചാ എന്റെ ഫോൺ ആ മരക്കഴുതയുടെ കയ്യിലുള്ളത്. ഇവന്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഛെ. മുത്തശ്ശി, മുത്തശ്ശി, ഞാൻ അമൂല്യ വന്നിരിക്കുന്നേ. നിങ്ങളുടെ മാല കളഞ്ഞു പോയിരുന്നല്ലോ, ആ മാലയും കൊണ്ട് വന്നതാ ഞാൻ. മുത്തശ്ശി, മുത്തശ്ശി എവിടാ മുത്തശ്ശി? ആ, ആ. ഓ, കാല്. ആരാ നീ? കറണ്ട് പോയ സമയത്ത് തന്നെ കയറി വന്നല്ലോ. ആരും കാണില്ലെന്ന് വിചാരിച്ചോ നീ? പവർ ഓഫ് ചെയ്തത് നീയാണല്ലേ? അയ്യോ, ഷട്ട് അപ്പ്. ഈ റിസോർട്ടിൽ നല്ല സെക്യൂരിറ്റി ഉണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് നിന്നെ പോലെ ഒരുത്തി എങ്ങനെ അകത്ത് വന്നത്? നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാം. വാടി ഇങ്ങോട്ട്. അയ്യോ ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക് ആന്റി. ആന്റി, സെക്യൂരിറ്റി ഒന്ന് കേക്ക് ആന്റി. സെക്യൂരിറ്റി. ആരാ സുഹാസിനി? ആരാ ഇത്? എന്താ പറ്റിയ? ഇവളോ ഒരു കള്ളിയാ. എന്റെ റൂമിൽ വന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കാൻ നോക്കി. ഞാൻ 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇവളെല്ലാം കൊണ്ടുപോയനെ. ഈ കള്ളി ഞങ്ങളുടെ മുറിയിലുള്ളതെല്ലാം മോഷ്ടിച്ചോണ്ട് പോവായിരുന്നു. പവർ ഓഫ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് മോഷ്ടിക്കാൻ കയറി വന്നതാ. എന്താ ഇത്? ഇങ്ങനെയൊക്കെ വന്ന് മോഷ്ടിക്കാൻ നിനക്ക് നാണമില്ലേ? നിന്നെ പോലുള്ള ആൾക്കാർ ഈ പരിസരത്തുണ്ടെങ്കിൽ അവിടെ സർവനാശമാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല. ഇങ്ങനെ നിന്ന് കള്ളം പറയാൻ നിനക്ക് നാണമില്ലേ? കൺമുന്നിൽ തന്നെ കയ്യോടെ പിടിച്ചിട്ടും വീണ്ടും കള്ളം പറയുന്നോടി. ഒരു പെണ്ണായിട്ടും കല്യാണ വീട്ടിൽ കയറി സ്വർണം മോഷ്ടിക്കാൻ നിനക്ക് നാണമില്ലേടി? പ്ലീസ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയരുത്. ഞാൻ കള്ളിയല്ല. അങ്ങനെയാണോ? പിന്നെ നെക്ലസ് നീ എന്തിനാ കയ്യിലെടുത്തത്? നീ കള്ളി അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോയ സമയം നോക്കി എന്തിനാ റൂമിലേക്ക് കയറി വന്നത്? ഛീ, നാണം കെട്ടവളെ. മോഷ്ടിക്കാൻ നടക്കുന്നതിലും ഭേദം വേറെന്തെങ്കിലും പണി ചെയ്തൂടെ? പ്ലീസ്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞാൻ മുത്തശ്ശിയെ നോക്കി വന്നതാ. ഡീ, നീ എന്തൊക്കെയാ പറയുന്നേ? നാക്കിന് എല്ലില്ലാന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാമെന്നോ? നിന്നെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. നീ എന്റെ ഒരു ബന്ധു പോലുമല്ല. പിന്നെ എങ്ങനെയാ നിനക്ക് മുത്തശ്ശി? എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക്. ദയവേത് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താ. എന്ത് അവസരമാണ് നിനക്ക് തരേണ്ടത്? ഞാൻ നിന്റെ കള്ളക്കഥയും കേട്ട് നിൽക്കുമെന്ന് വിചാരിച്ചോ? നീ അങ്ങനെ ആരെങ്കിലും കാണാൻ വന്നതാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആരോടും ചോദിക്കാതെ നീ എന്തിനാ മുറിയിലേക്ക് പോയത്? ഇതിൽ നിന്ന് മാത്രം നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മെയിൻ ട്രിപ്പ് ഓഫ് ആയിരുന്നു, അത് റെഡി. അമ്മേ, ഈ പെണ്ണോ? എല്ലാരും എന്താ ഇവിടെ കൂടി നിൽക്കുന്നത്? ഇവള് കാരണോ വേദാന്ത്? സ്വർണം മോഷ്ടിക്കാൻ മുറിയിൽ കയറിയിരിക്കുന്നു. എങ്ങനെയാ ഇവളിവിടെ എത്തിയെന്നറിയില്ല. സ്വർണം മോഷ്ടിക്കാനോ? അതെ, കയ്യോടെ തന്നെ എന്റെ മുന്നിൽ വന്ന് പെട്ടു. ഞാൻ നോക്കുമ്പോ സ്വർണം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ മുത്തശ്ശിയെ കാണാൻ വന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. രക്ഷപ്പെടാൻ അങ്ങനെ പലതും പറയും. ഇവളിങ്ങനെ കള്ളം പറയുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലമ്മേ. പഠിച്ച കള്ളിയാ ഇവള്. അല്ല, ഞാൻ കള്ളമല്ല പറയുന്നേ. ഞാൻ മുത്തശ്ശി തേടിയാ വന്നത്. അത് കല്യാണ പെണ്ണിന്റെ മുത്തശ്ശിയാ, ആദ്യയുടെ മുത്തശ്ശി. വേദാന്ത്, നിനക്ക് ഇവളെ നേരത്തെ അറിയാമോ? എനിക്കറിയാമെന്നോ? നന്നായിട്ട് അറിയാമേ. ഇവൾ ആരാന്നും എങ്ങനെയുള്ള ആളാന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനെന്ന് പറഞ്ഞില്ലേ അമ്മേ, എന്റെ ഒരു ദിവസം നശിച്ചു പോയെന്ന്? അതിവള് കാരണോ? കാശിന് വേണ്ടി എന്ത് കളിയും കളിക്കും ഇവള്. പ്ലീസ് എന്നെ വിശ്വസിക്കാൻ. ഞാൻ കള്ളമല്ല പറയുന്നേ. വേദാന്ത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടരൊന്നുമല്ല. അമ്മേ നിക്കമ്മേ, ഇവളുടെ കള്ളത്തരം പൊളിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്താ പറഞ്ഞത്? മുത്തശ്ശിയെ കാണണമെന്നോ?
യു മീൻ ആദ്യയുടെ മുത്തശ്ശി? അതെ, ഞാൻ അവരെ കാണാനാ വന്നത്. അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വന്നപ്പോ ആ നിക്ക് വിഷയൊന്നും മാറ്റം നോക്കണ്ട. നിന്ന നിപ്പിൽ കഥ മാറ്റൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞല്ലോ, മുത്തശ്ശിയുടെ യഥാർത്ഥ പേര് പറ. എന്താ മിണ്ടാതെ നിൽക്കുന്നേ? കാണാൻ വന്ന മുത്തശ്ശിയുടെ പേര് മറന്നുപോയോ? പറയേ, മുത്തശ്ശിയുടെ പേരെന്താന്ന് വേഗം പറ. എനിക്ക് പേരറിയില്ല. കണ്ടില്ലേ അമ്മേ, ഇവളുടെ നിറം എത്ര ഈസി ആയിട്ട് മാറുന്നേന്ന്. ഇവക്ക് മുത്തശ്ശിയുടെ പേരറിയാൻ ഒരു വഴിയുമില്ല. കാരണം നീ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതല്ലല്ലോ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ചെറുക്കന്റെ വീട്ടുകാരാണ്. എന്നെ എന്റെ Shut up. നീ ഒരു വായാടിയാ. സിറ്റുവേഷനെ മാറ്റിമറിച്ച് കാശ് കെട്ടാൻ നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കാശിന് വേണ്ടി ഇത്ര ചീപ്പായിട്ട് ഇതൊരു പ്രൊഫഷനാക്കി നടക്കാന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവളൊരു സാധാരണ പെണ്ണല്ല അമ്മേ. എന്റെ കാറിന് മുന്നിൽ വന്ന് ഇടിക്കുന്ന പോലെ നാടകം കളിച്ച് വണ്ടി റിപ്പയർ ചെയ്ത് എന്റെ കാശും തട്ടിയവളാവിള്. ആളുകളെ പറ്റിച്ച് കാശ് തട്ടില്ല ഇവളുടെ ജോലി എന്ന് എനിക്ക് തോന്നുന്നത്. പ്ലീസ്, ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയല്ലേ. കാര്യം അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന്. മര്യാദയ്ക്ക് വായടക്കടി. നീ ചെയ്ത കാര്യത്തിൽ നിന്നോട് മര്യാദ കാണിക്കണമല്ലേ? നിന്നെ പിടിച്ച ഉടനെ 4 അടി തന്ന് പുറത്താക്കാതെ നിന്നോട് ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. കാശില്ലെങ്കിൽ വല്ല അടുക്കളപ്പണി എടുത്താണെങ്കിലും ജീവിക്കാൻ നോക്ക്, അല്ലാതെ മോഷ്ടിക്കാൻ നടക്കരുത്. ശരിക്കുള്ള കാര്യം അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയരുത്. നിന്റെ ഈ ഇമോഷണൽ ഡയലോഗ്സ് ഒന്നും ഇവിടെ ചെലവാവില്ല. അതൊന്നും ഇവിടെ വേണ്ട. സിമ്പതി കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ഡയലോഗ്സ് ഒക്കെ നീ മുൻപേ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. നിന്റെ സ്വഭാവ മഹിമയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ ഫോൺ മോഷ്ടിച്ചതും കാശിന് വേണ്ടി തന്നെയായിരുന്നല്ലോ. ഞാൻ നിങ്ങളുടെ മൊബൈൽ മോഷ്ടിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എക്സ്ചേഞ്ച് ആയി പോയതിനെ ആരും മോഷണം എന്ന് പറയില്ല. ക്യാഷ് ഉണ്ടെന്നോർത്ത് ഇത്രയും ചീപ്പായി സംസാരിക്കരുത്. ഞങ്ങൾ പാവപ്പെട്ടവരായിരിക്കും, എന്നാലും ഞങ്ങൾക്ക് മാനവും മര്യാദയും ഉണ്ട്. മതി, നീ നിർത്തിക്കോ. നീ കള്ളിയാണെന്നതിന് നിന്റെ കയ്യിലുള്ള നെക്ലേസ് മാത്രം മതി. അത് മാത്രമല്ലാതെ വേറെ എന്തൊക്കെ എടുത്ത് എവിടെ വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? എന്താടി നിന്റെ പേഴ്സില്? ആ പേഴ്സ് ഒന്ന് കാണിച്ചേ. ഞങ്ങൾക്ക് കാണണം നിന്റെ പേഴ്സിൽ എന്താ ഉള്ളേന്ന്. തുറക്ക്. എടി, നിന്നോടാ ഞാൻ പറഞ്ഞത് ആ പേഴ്സ് തുറക്കാൻ. ഇല്ല, മുത്തശ്ശി വന്നാൽ മാത്രമേ ഞാൻ ഈ പേഴ്സ് തുറക്കൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അഹങ്കാരമല്ലേ നിനക്ക്? നീ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരു കള്ളം മറക്കാൻ 100 കള്ളമാണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പക്ഷെ നീ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഈ പേഴ്സ് കാണിക്കാൻ ഭയപ്പെടുന്നത്. ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കള്ളിയല്ല. നീ കള്ളത്തരം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ പേഴ്സ് തുറക്കാൻ എന്തിനാ മടിക്കുന്നത്? പേഴ്സ് തുറന്ന നിന്റെ കയ്യിലുള്ള സാധനം കണ്ടുപിടിക്കുന്ന പേടിച്ചിട്ടല്ലേ? വേദാന്ത്, ഇവളോട് എന്തിനാ സംസാരിച്ച് നിൽക്കുന്നേ? പേഴ്സ് താടി. പ്ലീസ് ആന്റി, തരാനല്ലേ പറഞ്ഞത്? കള്ളം പറയുന്നോടി. നീ കാശുമാല മോഷ്ടിച്ചത് ഇവിടെയുള്ള എല്ലാവരും കണ്ടു. അമ്മേ, ഇവളുടെ കണ്ണീര് മാത്രം വിശ്വസിച്ചു പോരുതേ. പഠിച്ച കള്ളിയാ ഇവള്. കരഞ്ഞു കാണിച്ച് സിമ്പതി വാങ്ങിക്കാനൊക്കെ നന്നായിട്ട് അറിയാം ഇവൾക്ക്. ഇനി എന്തൊക്കെ എടുത്തിട്ടുണ്ടോ ആവോ? എല്ലാരും ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യ്. മാറി നിക്ക്. എന്താ ഇവിടെ എന്താ ബഹളം? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അമൂല്യ, മുത്തശ്ശി, ഇവളെ മുത്തശ്ശിക്ക് അറിയോ? അറിയാതെ പിന്നെ? ഇത് സിദ്ധാർത്ഥിന്റെ അനിയത്തിയാ, ചെറിയമ്മയുടെ മകൾ. അമൂല്യ, എന്താ സംഭവിച്ചത്? നീ എന്തിനാ കരയുന്നത്? മുത്തശ്ശി, നിങ്ങളുടെ കാശുമാല ഹോളിൽ വീണ് കിടക്കായിരുന്നു. കാശുമാലയോ? ഓ, അയ്യോ, അത് നിനക്ക് കിട്ടിയോ മോളെ? അതെ മുത്തശ്ശി, നിങ്ങളുടെ മാല തിരികെ തന്നിട്ട് പോവാനായി വന്നപ്പോ എല്ലാരും കൂടി ഞാൻ കള്ളിയാണെന്നും പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. അയ്യോ, ഭയങ്കര മോശമായി പോയല്ലോ. എന്താ സുഹാസിനി ഇതെല്ലാം? ഇവൾ ആരാ എന്താന്നറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ചെക്കന്റെ വീട്ടുകാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയില്ലേ? അമ്മേ, അത്
മിണ്ടാതിരിക്കെ. വിഷമിക്കല്ലേ മോളെ അമൂല്യ, നീ ആ മാല കൊണ്ട് തന്നല്ലോ, അത് മതി. നമ്മുടെ കണ്ണിൽ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാ. ഇനിയെങ്കിലും അതൊന്ന് പഠിക്കുക. അമ്മേ, ഞാൻ പറയുന്നു ആന്റി, ഞാൻ ഇത് തന്നെയാ പറയാൻ വന്നതും. എന്നാൽ അത് കേൾക്കാൻ നിങ്ങൾക്ക് ആർക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഗതികേടെന്ന് വെച്ചാ ഒരാളുടെ സ്വഭാവം എങ്ങനെയെന്നുള്ളത് അവരിടുന്ന ഡ്രസ്സ് നോക്കിയും അവരുടെ കയ്യിലുള്ള കാശും വെച്ച് അളക്കും. പാവപ്പെട്ടവനെ തിന്നുന്ന പണക്കാരനും അത് മനസ്സിലാകാത്ത പാവപ്പെട്ടവനും നഷ്ടപ്പെടുന്നതിന്റെ വില അറിയില്ല. ആ നഷ്ടത്തിന്റെ വില എന്താന്ന് മനസ്സിലാവുന്നത് ഞങ്ങളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്കാണ്. ചിലപ്പോ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ പണമൊന്നുമില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ പണം ഞങ്ങളെ അസൂയപ്പെടുത്താറില്ല. അതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും അത്യാഗ്രഹവും ഇല്ല. ഞാൻ വന്നത് നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാൻ വേണ്ടിയാ, അല്ലാതെ ഒന്നും കൊണ്ടുപോകാനല്ല. ഞങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാളും കുറവ് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹങ്ങളും. പോയിട്ട് വരാം. അമ്മോ, മാല കൊടുത്തിട്ട് വന്ന മോളെ? അതെ വല്യമ്മേ, കൊടുത്തിട്ട് വന്നു. നീ പോയിട്ട് കുറെ നേരം ആയല്ലോ, എന്താ ഇത്ര താമസിച്ചേ? ഓ, പെണ്ണിന്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? അവിടെ നടന്നതൊക്കെ വല്യമ്മയോട് പറഞ്ഞാ വല്യമ്മ എന്ത് വിചാരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞാ അത് പിന്നെ ഈ കല്യാണത്തെ ബാധിക്കില്ലേ? അമ്മോ, എന്താ മോളെ ആലോചിക്കുന്നേ? ഒന്നുമില്ല വല്യമ്മേ, കറണ്ട് പോയില്ലേ, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഓ, അങ്ങനെയാണോ? എന്താ നീ ഡള്ളായിരിക്കുന്നേ? ഞാനോ? ഡള്ളോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ചുകൂടെ എനർജറ്റിക് ആയി. എന്റെ മിടുക്കി കുട്ടി, രാവിലെ മുതൽ നിനക്ക് അലച്ചിലായിരുന്നല്ലോ. നല്ല ക്ഷീണം കാണും. നാളെ ഇതിലും കൂടുതൽ ഓടാനുള്ളത്. പോയി റെസ്റ്റ് എടുക്ക. ശരി വല്യമ്മേ. എന്റെ ഫോൺ മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുക. വേദാന്ത്, കുറഞ്ഞ പക്ഷം നീയെങ്കിലും അവളോട് സോറി പറയേണ്ടതായിരുന്നു. സോറിയോ? ഞാനോ? ഒന്ന് പോ മുത്തശ്ശി, അവളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും. അവള് ചെറുക്കന്റെ വീട്ടുകാരാ മോനെ. ആരായാലും എന്താ അമ്മേ, അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം വെറും ലോ ക്ലാസ് ആൾക്കാരാണെന്ന്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നവനാ എന്റെ മോൻ. കാണുന്നവരോടൊക്കെ സോറി പറയാനൊന്നും പറ്റില്ല. ചിലപ്പോ ഇനി അവളെങ്ങാനും പോയിട്ട് ചെറുക്കന്റെ വീട്ടുകാരോട് അവരെന്നെ അപമാനിച്ചു എന്നെങ്ങാനും പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ആര്? അവളോ? കല്യാണ വീട്ടിൽ വരുന്ന ആരെങ്കിലും ഒക്കെ പറ്റിച്ച് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്നല്ലാതെ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ല. സമാധാനായിരിക്കും. ഇത് കണ്ടില്ലേ? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ കാണുന്ന ആഭരണങ്ങളെല്ലാം കൂടി ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ലാന്ന്. ഞാൻ പറയുന്നൊന്നും നീ അനുസരിക്കില്ലല്ലോ. ഒന്ന് വെറുതെ ഇരിക്കമ്മേ, അമ്മയ്ക്ക് എല്ലാരും ഉപദേശിക്കാൻ അറിയാം. എന്താ ഈ പറയുന്നതൊന്നും അമ്മയ്ക്ക് ബാധകമല്ല. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനെന്താ നിന്നോട് ചെയ്തത്? അമ്മ എന്നോട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനും അമ്മയോട് ദേഷ്യപ്പെട്ടത്. അമ്മ തന്നെയല്ലേ ആഭരണങ്ങളൊക്കെ എടുത്ത് അലമാരയിൽ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞത്? അമ്മയോ കാശുമാല തന്നെ കളഞ്ഞിട്ട് വന്നില്ലേ? അയ്യോ പൊട്ടി, അത് ഞാൻ കളഞ്ഞിട്ട് വന്നതൊന്നും അല്ല. ഞാൻ മനഃപൂർവ്വം അവിടെ ഇട്ടിട്ട് വന്നത്. വേണോന്ന് വെച്ച് അവിടെ ഇട്ടിട്ട് വന്നു. എന്തിന്? അത് വേറെന്തിനാ? ബന്ധുക്കളുടെ ഗുണം ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. അവരാ മാല തിരിച്ചു കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അവര് വളരെ നല്ലവരാന്ന്. എന്റെ അമ്മേ, അമ്മ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അനുഭവിക്കുന്നത് ഞങ്ങളാ. നീ ഒന്ന് വെറുതെ ഇരിക്ക്. നിനക്കിതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ നിന്നാ വലിയ റിസൾട്ട്സ് ഒക്കെ വരുന്നത്. മൈ ഗോഡ്, എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് വല്ല ബോധമുണ്ടോ? അവിടെയുള്ളവരെ പരീക്ഷിക്കാൻ വേണ്ടി അത്രയും വിലയുള്ള കാശുമാല അവിടെ ഇങ്ങനെ കളഞ്ഞിട്ട് വരുമോ? അത് വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയിരുന്നെങ്കിലോ? ഞാൻ അത്ര പൊട്ടിയാണെന്ന് നീ വിചാരിച്ചോ? ഒറിജിനൽ കാശിമാല ലോക്കറിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് നോക്ക്. ഇത് റോൾഡ് ഗോൾഡാ. മോളെ, അവിടെ പെൺവീട്ടുകാരിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ കോഫി കൊണ്ടേ കൊടുക്ക. ശരി, തന്നേക്ക് വല്യമ്മേ.
സൂക്ഷിച്ചു കൊണ്ടുപോ മോളെ. ആ. നീ എന്റെ കൂടെ വാ മോളെ. കോഫി എടുത്തോളൂ ആന്റി. താങ്ക് യു. എടുത്തോ ആന്റി. താങ്ക് യു. ഒന്ന് നിക്കുമോളെ, മോളുടെ പേര് അമൂല്യ എന്നല്ലേ? ആ അതെ ആന്റി. ഈ കല്യാണത്തിനൊക്കെ വരുമ്പോ 2-3 മാല എടുത്ത് കഴുത്തിലിടായിരുന്നില്ലേ? നിങ്ങളുടെ അമ്മ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം നോക്കുവാന്ന് അറിഞ്ഞല്ലോ. കഴുത്തിലും കാതിലും ഒക്കെ ഒന്നും ഇടാതിരുന്നാൽ ആരെങ്കിലും കല്യാണാലോചനയും കൊണ്ട് വരുവോ? ഞാൻ പറഞ്ഞത് തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇന്നത്തെ കാലം തന്നെ അങ്ങനെയല്ലേ, നമ്മളും അതിനനുസരിച്ച് മാറണമല്ലോ. അമ്മു, ഒന്നിങ്ങോട്ട് വാ മോളെ. വാ ഇരിക്കെ. എന്താ വല്യമ്മേ കാര്യം? നീ ഇവിടെ ഇരിക്കെ, പറയട്ടെ. ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ? ചേച്ചിയെ വിളിക്കണോ? അല്ല, നീ ഇവിടെ എന്തെല്ലാം ജോലി ചെയ്യുന്നേ? വന്നപ്പോ മുതൽ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തോണ്ട് നടക്കല്ലേ നീ? കുറച്ചു നേരം ഇവിടെ ഇരിക്കെ. ഇതാ ഇട്ടോ. ഇത് നെക്ലേസ് അല്ലേ? ആർക്കാ വല്യമ്മേ? എന്തിനാ ആരുടെ എന്നൊന്നും ചോദിക്കണ്ട, ഇതിട്ടോ. ഇതൊന്നും വേണ്ട വല്യമ്മേ. നോക്ക്, നീ വേണ്ടെന്ന് പറഞ്ഞ എനിക്ക് വിഷമാവും, അതുകൊണ്ട് ഇടണം. അയ്യോ അതങ്ങനെയല്ല വല്യമ്മേ. അങ്ങനെയില്ല ഇങ്ങനെയില്ല, ഇടാൻ പറഞ്ഞ ഇട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. നോക്ക്, ഈ നെക്ലേസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ് വല്യമ്മേ. ശരി, വയ്ക്കോ.